അത് കാലും പൊക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം വൈകുന്നേരം ആഷിയുടെ 5th മന്ത് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഞങ്ങൾ. അതിൻ്റെ ചില ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ആണ് ഇതൊക്കെ. നല്ലതാൻഡി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല റിലാക്സ്ഡ് ആയിട്ട് ലഞ്ചൊക്കെ ലേറ്റായിട്ട് കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ടൈം ടേബിൾ പോലെ അല്ലല്ലോ കൊച്ചിൻ്റെ ടൈം ടേബിൾ. ഞങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരാളുടെ ഉറക്കവും ബാക്കി കാര്യങ്ങളുമൊക്കെ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെ മാത്രമല്ല, മൊത്തം ടൈം ടേബിൾ തെറ്റിയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ആൾക്ക്. ഈ ബേബി ഫോട്ടോഷൂട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പമല്ലാന്ന് ആദ്യത്തെ നോട്ടത്തിൽ മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എടുത്തപ്പോൾ മനസ്സിലായി. നമ്മൾ ശരിക്കും കൊച്ചിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടിയായിരുന്നു എന്ന് തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ ചിലപ്പോൾ ബേബി ഫോട്ടോഷൂട്ട് വെളുപ്പാങ്കാലത്ത് വല്ലതും വെക്കേണ്ടി വന്നേനെ. വെളുപ്പാങ്കാലത്താണ് അവൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ്. ഞങ്ങൾ പല രീതിയിലൊന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിച്ചൊന്ന് ചിരി ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ഒക്കെ പരാജയപ്പെട്ടു. പിന്നെ അവസാനം ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കരഞ്ഞ് വിളിച്ച് കിടന്നുറങ്ങി. പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മത്സ്യകന്യക കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. ഞങ്ങളും വിചാരിച്ചു അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ശരിയാവുമെന്ന്. അപ്പം തോന്നിയൊരു ഐഡിയ ആണ്, എന്നാൽ പിന്നെ ഉറങ്ങുന്ന സമയത്ത് 1-2 ഫോട്ടോസ് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് 1-2 ഫോട്ടോസ് എടുത്തു. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കോസ്റ്റ്യൂംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, എന്താണെന്നറിയില്ല ഞങ്ങളുടെ ബഹളം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആളെ എഴുന്നേറ്റു. അത് കാലും പൊക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അതാണ് കറക്റ്റായിട്ടുള്ള ഉറക്കവും ഭക്ഷണവും ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും ആൾ ആക്റ്റീവായി. ആരെടുത്താലും നല്ലൊരു ഫോട്ടോ. എനിക്ക് ഇതാണ് സ്റ്റാൻഡ് അടിക്കേണ്ടത്. ഒരു മർമേടെ ഇതുവഴി ഇങ്ങനെ പോകും. ഈ കുച്ചർക്കെ അങ്ങനെയൊക്കെ ചിരിക്കും. നീ പെട്ടെന്ന് മാറിക്കോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ചിരിപ്പിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോഴാണ് ശ്രദ്ധിച്ച് ആൾക്ക് ഈ ഡ്രസ്സ് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല. ഈ കാലൊന്നും മര്യാദയ്ക്ക് അനക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അനക്കാതെ വെച്ചിരുന്ന കാലൊക്കെ ഒന്ന് ഫ്രീ ആയപ്പോഴാണ് കൊച്ചിന് ആശ്വാസമായത്.